അകലെയുള്ള ഒരാളെ സ്നേഹിക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അകലെയുള്ള ഒരാളെ സ്നേഹിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. 1. അകലെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അത് നിങ്ങൾ ഇവിടെ വെച്ച് കണ്ട് പരിചയമുള്ള ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഫേസ്ബുക്ക് വഴിയോ അങ്ങനെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാകാം, എങ്ങനെയുമാകാം. നിങ്ങളെ എത്ര നന്നായി അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാഴ്ചയിൽ എപ്പോഴും നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള സാഹചര്യങ്ങളുമായി അവർ പൊരുത്തപ്പെടുമ്പോൾ നിങ്ങളെ മെല്ലെ മെല്ലെ അവോയ്ഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ അവർ അകലെയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ എപ്പോഴും കാഴ്ചയിലില്ല, അതേപോലെ തന്നെ സമ്പർക്കത്തിലുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള സാഹചര്യങ്ങളുമായി അവർ യോജിക്കുമ്പോൾ അവിടെയുള്ളവരെ കാണുമ്പോൾ ഈ സ്നേഹബന്ധം നിങ്ങളോടുണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹവും അവിടെയുള്ളവരിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എപ്പോഴും കാഴ്ചയിലും സമ്പർക്കത്തിലും ഇരിക്കുകയാണെങ്കിൽ സ്നേഹബന്ധം മുറുകിയിരിക്കും, എപ്പോഴും ബലത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ 2 വ്യക്തികളും 2 ഭാഗത്താകുമ്പോൾ ഈ 2 വ്യക്തികൾക്കും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടുതലായും അതിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഏത് ബന്ധങ്ങളിലും ഒരു വ്യക്തിക്കാണ് ഇങ്ങനെ സംഭവിക്കുക. മറ്റേ വ്യക്തി ഇങ്ങനെ കണ്ണിൽ എണ്ണയും ഒഴിച്ച് പഴയ ആ സ്നേഹത്തോടെ സ്നേഹം കൂട്ടിക്കൊണ്ടിങ്ങനെ കാത്തിരിക്കും ഹൃദയത്തിൽ. പക്ഷേ മറ്റേ വ്യക്തി പോയിട്ടുണ്ടാവും. അപ്പോൾ അകലെയുള്ള ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അവിടെയുള്ള സാഹചര്യങ്ങളുമായി യോജിക്കുമ്പോൾ, അവിടെയുള്ള വ്യക്തികളുമായി യോജിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊത്ത സ്റ്റാൻഡേർഡ് ഉള്ളവരെ അവിടെ കാണുമ്പോൾ അവരിലേക്ക് ഇവരുടെ ഹൃദയം ചാഞ്ഞുപോയി ഈ ബന്ധത്തെ മറന്ന് അവർ അവരിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആ പഴയ സ്നേഹബന്ധം എത്ര സ്ട്രോങ് ആണെങ്കിലും അവർ അവിടെയുള്ളപ്പോൾ, അതായത് അകലെ പോയ ആ വ്യക്തി അവിടെയുള്ളപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം തുടങ്ങാൻ സാധ്യതയുണ്ട്, സ്നേഹം ഹൃദയത്തിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. 2. ചെറുപ്പക്കാരൊക്കെയാണ് അകലെ പോയതെങ്കിൽ അവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ അവരുടെ അടുത്ത് ആരാണോ ഉള്ളത് അവരിലേക്ക് മനസ്സ് ചാഞ്ഞുകൊണ്ട് അവരിലേക്ക് ഹൃദയം പോകാൻ സാധ്യതയാണ്. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത് അപ്പോൾ ആരാണോ ഉള്ളത് അവരിലേക്ക് പോകുന്നു. പിന്നെ ഇവിടെ എത്ര ഭംഗിയായി സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അടുത്തുള്ള സാഹചര്യമാണ് അവർക്ക് ഏറ്റവും അടുത്ത് ലഭിക്കുന്ന വിശേഷതയായി തോന്നുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ലഭിക്കുന്ന ഒരു സന്തോഷമായി തോന്നുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അകലെ പോയി, പക്ഷേ ആ വ്യക്തി ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വരുന്നതോ ആരൊക്കെയാണോ അതിലേക്ക് ഈ വ്യക്തിയുടെ ശ്രദ്ധ പോകുന്നു, അല്ലെങ്കിൽ ആ ഉള്ളവരിലേക്ക് ഈ വ്യക്തിയുടെ ശ്രദ്ധ പോകുന്നു. 99% ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയിരിക്കുക. 3. അകലെയുള്ളവർ, നിങ്ങളെ വിട്ട് അകലെ പോയവർ, ഒരു കാലത്ത് നിങ്ങളെ സ്നേഹിച്ചിരുന്നവരാണ്, അവർ നിങ്ങളെ വിട്ട് ഇപ്പോൾ വളരെ ദൂരത്താണ്, മറ്റ് രാജ്യത്താണ്, മറ്റ് സ്ഥലങ്ങളിലാണ്. അങ്ങനെ വരുമ്പോൾ അവർ പല കാര്യങ്ങളും മറച്ചു വെച്ച് നിങ്ങളോട് നുണകൾ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ അവസാനം വിഡ്ഢികളായിത്തീരും. അതായത് മറ്റ് സ്ഥലങ്ങളിലുള്ളവർ അവർ അവിടെ അവരുടേതായ രീതിയിൽ പോകുന്നുണ്ടാവും, അവരുടേതായ രീതിയിൽ ജീവിതം തുടങ്ങുന്നുണ്ടാവും, അവർക്ക് അവിടെ ആളുകളുണ്ടാവും, ഇതൊക്കെ സത്യമാണ്. പക്ഷേ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ചിലപ്പോൾ അവർ അവിടെ ചെല്ലുമ്പോൾ വേറെ പദ്ധതികളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് മറ്റ് രാജ്യത്തേക്ക് പോകാനുള്ള പദ്ധതിയായിരിക്കാം, മറ്റ് സ്ഥലങ്ങളിലേക്കും ചിലപ്പോൾ അത് 2 പേർ കൂടി എടുക്കുന്ന തീരുമാനമായിരിക്കാം, മറ്റു പല സ്നേഹബന്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ടാവും. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളോട് ഇടപെടാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പിണക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളോടെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും, സ്നേഹം അഭിനയിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. അവർ അവരുടേതായ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെയുണ്ട്, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്തയുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലേക്കുള്ള ഭാവി ചിന്തയുമായാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ അവരുടെ പ്രവൃത്തികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ അവരുടെ റൂട്ടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലെല്ലാം മറച്ചു വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കേൾക്കാം അവർ അവരുടെ വഴിക്ക് പോയി, ചിലപ്പോൾ പിന്നീട് ഫോൺ കോൾ ഉണ്ടാവില്ല, മെസ്സേജ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ മേലോട്ട് നോക്കേണ്ട അവസ്ഥയിൽ ആയിത്തീരും, നിങ്ങൾ വെറും വിഡ്ഢികളായിത്തീരും. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങളെ മുമ്പ് സ്നേഹിച്ചിരുന്നവരാണ്, നല്ല സ്നേഹമായിരുന്നു, അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി, അത് പഠിക്കാനാകാം, ജോലിക്കാകാം, എന്ത് കാര്യത്തിനുമാകാം. അവർ പിന്നീട് എന്ത് കാര്യം പറഞ്ഞാലും അതൊന്നും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കരുത്. അതൊക്കെ സത്യമാണോ എന്ന് മനസ്സാക്കിയതിന് ശേഷം മാത്രമേ വിശ്വസിക്കാവുള്ളൂ. ചിലപ്പോൾ സത്യമാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നുണയാകാൻ സാധ്യതയുണ്ട്. 90% നുണ തന്നെയാണ് പറയാൻ സാധ്യത. ഇത് മനസ്സിലാക്കിയിരിക്കുക. 4. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അവർ പോകുമ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, നിങ്ങൾ സ്നേഹിച്ചിരുന്നു. അവർ അവിടെ ചെന്നപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഉയർന്നു. അവരുടെ സ്റ്റാൻഡേർഡ് ഉയർന്നപ്പോൾ പിന്നെ നിങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാണ്ടായി. അപ്പോഴും നിങ്ങളെ അവർ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് ഒത്ത സ്റ്റാൻഡേർഡ് ഉള്ളവരുമായിട്ട് അവർ അവിടെ യോജിക്കും. അപ്പോൾ നിങ്ങളെ ഇവിടെ വികർഷിക്കും. ഇത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല.
നിങ്ങളെ വികർഷിക്കുക മാത്രമല്ല നിങ്ങളെ മറന്നു കളയും. ഇത് മനസ്സാക്കിയിരിക്കുക. ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാമോ? ഒരിക്കലും ഒരു രീതിയിലും നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, നിങ്ങൾ വേദനിക്കാൻ ഇടവരരുത്. സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് ഒരുപാട് ആളുകൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിലെല്ലാം ഒരുപാട് വേദനിക്കുന്നവരെ എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വ്യക്തമായും പറയുന്നത്, രണ്ട് പേർ തമ്മിൽ സ്നേഹിക്കുന്നു, അവർ രണ്ടുപേരും രണ്ട് ഭാഗത്താണെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്രമാത്രം ഉറച്ച രീതിയിൽ അത്രമാത്രം ഉറപ്പോടെ മുന്നോട്ട് പോകുന്നവർ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും രണ്ട് ഭാഗത്താകുമ്പോൾ രണ്ട് സാഹചര്യങ്ങളിലായിത്തീരുന്നു, രണ്ട് തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ഇടപെടാൻ ഇടയായിത്തീരുന്നു, എല്ലാം രണ്ടായിത്തീരുന്നു, അവർ ആ സാഹചര്യങ്ങളിൽ ഒന്നായിത്തീരുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെയൊക്കെ പഠിച്ച് മനസ്സിലാക്കി, അടുത്താണെങ്കിലും ദൂരത്താണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാം പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്നാൽ നിങ്ങളുടെ ചതി ഒഴിവാക്കാം, നിങ്ങൾക്ക് വേദന ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ച് തകർന്നിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.